ശരിക്കും നിങ്ങൾ നോക്കിയേ, അവിടെ നടന്നോ പക്ഷിയുടെ സൗണ്ടൊന്നും കേൾക്കാം കേട്ടോ. ഓക്കെ, ഹൈപ്പാട് വൈഫൈ ഉണ്ട്. വേറെ ചെറിയൊരു കോമഡി കൂടി ഉണ്ട്. ഞാനിപ്പോൾ തുർക്കിയിലാണ്. ഞാൻ ഇറാഖിൽ നിന്ന് ജസ്റ്റ് തുർക്കിയിലേക്ക് എൻ്റർ ചെയ്ത് തുർക്കിയിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുർക്കിയിലെ റോഡുകളാണ്. ആ കാണുന്നത് സിറിയ കേട്ടോ, കറക്റ്റ് കാണിച്ചുതരാം. സിറിയ തുർക്കി ബോർഡർ ഉണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇറാഖിൽ നല്ല നൈസ് റോഡാണ്. തുർക്കിയിൽ ഇപ്പോൾ റോഡിൻ്റെ സ്റ്റൈല് മാറി കുറച്ച്. എനിക്ക് തോന്നി ട്രക്കുകളൊക്കെ വന്നിട്ട് ഓയിലൊക്കെ വീട്ടാണ് ഭയങ്കര പശ പേരോടെ കേട്ടോ. ഈ മരീചിക എന്നതിൻ്റെ പ്രതിഭാസം അറിയോ? മരുഭൂമിയിലേക്കൂടെ പോകുമ്പോൾ ദൂരത്ത് വെള്ളമുള്ളത് പോലെ തോന്നുന്നത് ആ മരീചിക പാലത്തിനോട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം പോയി അടുക്കുന്നവർ അത് പോയിക്കൊണ്ടും കേട്ടോ. കാരണം തുർക്കിയിലെ അധികം ദിവസം ഞാനില്ല, മാക്സിമം 1-2 ദിവസം. കാരണം ഞാൻ നേരെ പിടിക്കുന്നത് ജോർജിയയിലേക്കാണ്. ജോർജിയ പോയിട്ട് അർമേനിയയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തുർക്കി എക്സ്പ്ലോറിംഗ് ഇല്ല. തുർക്കി ഓൾറെഡി ഞാൻ 6000 കിലോമീറ്റർ തുർക്കിയിലെ പല സിറ്റിയിലേക്കൂടി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കണ്ടാൽ മതി കേട്ടോ. എല്ലാം തുർക്കിയിലെ മുക്കും പോലെ ഒരു വ്ളോഗറും അല്ല ഒരു മലയാളം TV ചാനലും പോവാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പോയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ജോർജിയയിലേക്കാണ്. ഇവിടുന്ന് എനിക്ക് ഓൾമോസ്റ്റ് 1000 കിലോമീറ്റർ ഉണ്ട് ജോർജിയൻ ബോർഡറിലേക്ക്. നോക്കാം, സിംഗിൾ ലൈനാണ് കേട്ടോ. അപ്പുറം പണിയെടുക്കുന്നുണ്ടാണ്. വളരെ മനോഹരമായ സ്ഥലം. ഓക്കെ, വാവ്. പക്ഷേ ഡേഞ്ചറാണ്. ഇതേ താഴെയൊക്കെ ഭയങ്കര ഇറക്കാണ്, ഡിവൈഡറോ കാര്യങ്ങളൊന്നുമില്ല. ചവിട്ടി കഴിഞ്ഞാൽ താഴെ എത്തും. എനിക്ക് നല്ലൊരു കഫേയൊക്കെ വേണം, ഫുഡൊക്കെ വേണം. ഉച്ചയായി. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്താ ഇവിടെ ആൾക്കാരെ കുളിക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. റോഡ് നോക്കിയേ, ചെങ്കുത്തായ ഇറക്കാണ്, ഭയങ്കര കുലുക്കാണ്. ഏതെങ്കിലും ട്രക്കിൻ്റെ ബ്രേക്ക് പോയാൽ തീർന്നു കേട്ടോ. നോക്കിയാൽ നല്ല വളവും നല്ല ഇറക്കം. എന്ത് രസം ഇത്! എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് നേരെ അങ്ങ് ബിൽഡ് ചെയ്താൽ പോരെ. ഓക്കെ, ഒരു സിഗ്നലാണ്. ഷെല്ലിൻ്റെ പമ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. പക്ഷേ ഞാനടുത്ത് തുർക്കിഷിൽ അറിയില്ല. സിഗ്നലായിട്ടൊന്നും ഇല്ല കേട്ടോ. ബേക്കിലത്തെ വണ്ടീൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് കേട്ട് ഇതാക്കിയതാണ്. ഓക്കെ, തുർക്കിഷിൽ അറിയില്ല. അവിടെ ഷെല്ലിൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടുമായിരുന്നു. പക്ഷെ തിരിക്കാൻ പറ്റില്ല പഠിച്ചോനെ. ഛേ കുടി. അടുത്ത ഷെല്ല് നിർത്താം. എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ സൈഡായി പോകും. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം എവിടെയെങ്കിലും. ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഊരിപ്പറിച്ച് വന്നിട്ട് നോക്കിയേ. അല്ലാ, കുല്ല് മുഷ്കില എന്ന് വെച്ചാൽ ഇതിങ്ങനെ മേലെടുത്തായിട്ട് ആക്കുന്നില്ലേ ഈ സാധനം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിനെ കൊണ്ട് ഇങ്ങനെ ടടക്കോ എന്നാക്കാം. എന്നിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇതിൻ്റെ ആൾക്കാത്തേക്ക് എന്ത് ചെയ്യാനോ പഠിച്ചോനെ. ചൈന ആവണ്ട. ഗ്ലാസും ചൈനയാണ്. ഗ്ലാസ് കുഴപ്പമില്ല, പക്ഷേ ഈ സാധനം പ്രശ്നം. അപ്പോൾ ഇതാ ഇതൊന്നും കൂടില്ല, നമുക്ക് അതിനെ കൂടെ ആക്കിയാൽ മതി. കല്ലിവല് സാധനം വർക്കായാൽ മതിയല്ലോ, അത്രയേ ഉള്ളൂ. കുഞ്ഞു മോന് ഞാനിപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ ഷോപ്പിൽ നിർത്തിയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആപ്പിൾ പേ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് സുഖമാണ്. കൈമിൽ പൈസ ഇല്ല,
ഫലൂസിൽ തേങ്ങയില്ല, അവിടെ തെണ്ടിയിട്ടുള്ള കേട്ടോ. ഞാൻ ഇവിടുന്ന് വൈഫൈ കണക്ട് ചെയ്യലാണേ, രണ്ടാളും എടുക്കാൻ വേണ്ടിയുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പാടെ വൈഫൈ കണ്ട ഇത്ര സമയത്ത്. സോ ദ റെസ്റ്റോറൻറ്റ് ദേ ടേക്ക് ആപ്പിൾ പേ സെയിം? യു ഓൾസോ ടേക്ക്? ഓക്കെ, കാർഡ് വർക്കായി. അല്ല, അനാർ ജ്യൂസാണ്. അനാർ ജ്യൂസും ഒരു കേക്കും. പിന്നെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്താ വേണ്ടത് എടുത്തു കേട്ടോ. ബൈക്കേഴ്സിന് ഇടുന്ന പ്രിവിലേജ് അഗൈൻ. പൈസ ഒന്നും വേണ്ട, എന്താ വേണ്ടത് എടുത്തോ എന്ന്. ഞാൻ പിന്നെ വേണ്ട കാരണം പൈസ ഉണ്ട് കയ്യിൽ. ഇറാഖിൽ പിന്നെ കാർഡ് എടുക്കാത്തൊരു കുഴപ്പമുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ, അതുകൊണ്ട് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കാർഡ് എടുക്കുന്നുണ്ട്. കാർഡ് എടുക്കുന്നത് നമ്മൾ രാജാവും. ക്ലൈമറ്റ് കുഴപ്പമില്ല, ഒപ്പിക്കാം അത്രേ. തണുപ്പൊന്നുമില്ല എന്തായാലും. കുറേ ദൂരം ഇരുന്ന് ഓടാൻ കേട്ടോ. ഇനിയും കുറേ ഓടാനുണ്ട്. സംഭവം ഞാൻ നേരെ ചവിട്ടിപ്പിടി ജോർജിയിലൊക്കെ വിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 700 കിലോമീറ്ററല്ലോ സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് എത്താനുള്ളൂ. അപ്പോൾ ജോർജിയൻ ബോർഡർ പോയിട്ട് അവിടെ നിന്ന് ജോർജിയൻ ബോർഡർ ക്രോസ് ചെയ്ത് നേരെ അർമേനിയ പോകും. അതാണ് പിന്നെ പ്ലാന്. ഇപ്പം തുർക്കിയിൽ നമുക്ക് ഡയറക്റ്റ് അർമേനിയ ബോർഡർ ക്രോസിംഗ് ഇല്ല. അവിടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ്, യുദ്ധം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെ. അപ്പം ഇവിടുന്ന് ജോർജിയ പോയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് തുർക്കിയിൽ എക്സ്പ്ലോർ ചെയ്യുക വെച്ചാൽ സിമ്പിളാണ്. ഞാൻ ഓൾറെഡി ഈ രാജ്യം കറങ്ങിയതാണ്, ഒരുപാട് കറങ്ങിയിട്ട് 10-30ഓളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടാൽ മതി. അതേ സാധനങ്ങൾ ഒന്നും കൂടി കാണിക്കാനുണ്ടോ. പിന്നെ ഇത് വളരെ വലിയ രാജ്യമാണ്. ഇവിടെ ഇസ്താംബുളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1000 കിലോമീറ്റർ ഓടണം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളത് ജോർജിയ, അർമേനിയ, ബാക്ക് ടു ജോർജിയ, റഷ്യ, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അരമണിക്കൂർ റെസ്റ്റ് എടുത്തു. ഓക്കെയാണ്. അതിനുള്ള ഫ്രീ ആയിട്ട് ചായ കിട്ടി, അതൊക്കെ കുടിച്ചു. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് കത്തി അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറാഖിൽ നിന്ന് വാങ്ങിയ എണ്ണ ഒഴിക്കാൻ പോകും കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വെള്ളം കുടിച്ച കുപ്പിയില്ലേ, ആ കുപ്പി ഞാൻ എൻ്റെ മഞ്ഞ കത്തി എടുത്ത് കട്ട് ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ ഓട്ടയാക്കി എൻ്റെ ഇതിലേക്ക് കൂടെ എണ്ണ ഒഴിക്കുന്നത് ചെയ്യാൻ പോകണം കേട്ടോ. ശരിക്കും പറഞ്ഞാലോ, ക്യാമറ വെക്കാൻ സ്ഥലമുണ്ട് ഇപ്പോൾ പഠിച്ചത്. നമ്മൾ ഈ യാത്രേനിടയിലേ നമ്മളെല്ലാ നുറുക്കു വഴികളും എടുക്കണം കേട്ടോ. സർവൈവൽ സിറ്റുവേഷൻ എന്ന് പറയും, അതിന് എല്ലാം എടുക്കണം, എല്ലാ പണിയെടുക്കണം. അതിന് നമ്മൾ റെഡി ആയിരിക്കണം, എന്നാലേ നമ്മൾ കാര്യമുള്ളൂ. ഇത് ഭയങ്കര പച്ചവെള്ളം പോലത്തെ എണ്ണ കേട്ടോ, കാണിച്ചേ. വാട്ടർ പ്ലീസ്. വാട്ടർ ടു പുൾ ഹിയർ. വാട്ടർ യു ഹാവ്. പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞ് അതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചില്ലേ, ചില ട്രിക്കുകളാണ് കാണിക്കാൻ പോണത്. ഇപ്പോൾ പെട്രോൾ ഒഴിക്കുന്ന കുപ്പിയില്ലേ താഴെ വെച്ച്, കാരണം ഇനി നമുക്ക് കുപ്പി കിട്ടണമെന്നില്ല. അതിന് ശേഷം ഒരു വെള്ളത്തിൻ്റെ പഴയ കുപ്പി എടുത്ത് വെള്ളം എന്ന് വെച്ചാൽ മുകളിട്ടെ, അപ്പോൾ ആർക്കും എടുക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ കുപ്പി വെച്ചിട്ട് പിന്നെ പെട്രോൾ അടിക്കുകയും ചെയ്യും, അതുപോലെ ഈ കുപ്പിയിലുള്ള വെള്ളം എടുത്തിട്ട് കഴുകുകയും ചെയ്യും കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലൊക്കെ പെട്രോൾ എടുക്കും, അത് നമുക്ക് ഡേഞ്ചറാണ്, അത് നമ്മൾ കഴുകണം. ഓക്കെ, ഇതെല്ലാവരും നല്ലോണം സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഫുള്ള് ഉരുളൻ കല്ലാണ്. നോക്കിയാ, ഉരുളൻ കല്ലുകൾ മാത്രമോ, കണ്ടില്ല? നമ്മൾ ഇതേപോലത്തെ ഉരുളൻ കല്ല് മുന്നേ കാണിച്ചിരുന്നു ഒരു സ്ഥലത്തെ, ഒരു രാജ്യത്ത്. ഓക്കെ, ഒരു രാജ്യത്ത് ഇതേപോലെ ഉരുളൻ കല്ലുകളും കാണിച്ചിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഇല്ലല്ലോ. സൗദി അറേബ്യയിൽ നിന്ന് ജോർദാനിലേക്ക് പോകുന്ന വഴിക്ക്, മദീനയിൽ നിന്നും മക്കയും മദീനയെല്ലാം കഴിഞ്ഞ് ജോർദാനിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു കാട്ടിലേക്ക് കൂടി പോയിന്, ഞാനും ബൽക്കിയും മക്കളും, നമ്മൾ ഫോർച്യൂണർ എടുത്തിട്ട്. എന്നേരം ഞാൻ കാണിച്ചു തന്നിരുന്നു. എന്താണെന്നല്ല, ഉൽക്ക വീണിട്ട്, പണ്ട് കാലങ്ങളിൽ ഉൽക്ക വീണിട്ട് ആയതെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ കല്ലുകൾ 60-70 കിലോമീറ്റർ നീളത്തിലുണ്ടോ. സൗദിയിൽ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ ആ ഒരു ഏരിയ എൻ്റെ ഗൂഗിൾ മാപ്പിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിലൊക്കെ ഓപ്പൺ ആക്കി നോക്കി കറക്റ്റ് മനസ്സിലാവും, ഫുള്ള് കുത്ത്. പശുമോനെ പോ, ഇല്ല പോ. ഭയങ്കര ഡേഞ്ചർ കേട്ടോ, പെട്ടെന്ന് വന്ന് അടിക്കുന്നത്. ഇതെന്താ ഇയാൾ ഭയങ്കര ലൈറ്റാണല്ലോ. നല്ല രസമുള്ള റോഡ് രസമില്ല, കുണ്ടും കുയ്യൊക്കെ ഉണ്ട്.
നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ റോഡിന് അപ്പുറത്തെ കാഴ്ചകളില്ലേ അടിപൊളി കേട്ടോ. തുർക്കിയിൽ ഒരുപാട് ഗോൾഡ് വിങ് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പുകൾ തന്നെ എൻ്റെ അറിവിൽ 10 മണ്ണുണ്ട് തോന്നുന്നു. അപ്പോൾ ഒരുപാട് ഗോൾഡ് വിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വിങ് ഉള്ളത് തുർക്കിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ റോഡുകളുണ്ടോ, ഇത്രയും നല്ല റോഡുകൾ ഇവർക്കുള്ളത്, ഇത്രയും നല്ല ഹൈവേസ്, ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈവേസൊക്കെ ഇവർക്കുള്ളത്. അപ്പോൾ ആലോചിച്ചൊക്കെ നല്ല രസമല്ലേ. ഈ മലകളിലോട് ശരിക്കും എനിക്ക് വെയിലും എടുക്കുന്നില്ല. കാരണം ഇപ്പം 3:30 മണിയായതുകൊണ്ട് സൂര്യയായിട്ട് നല്ല താഴാൻ തുടങ്ങി. സൂര്യയായിട്ട് താഴുമ്പോൾ ഈ മലനിരകളിലെ പറ്റിയിട്ട് ഷാഡോവായിട്ട് വെളിച്ചം വരലുണ്ട്. ഇപ്പോൾ ഇവിടെ വെളിച്ചം വരുന്നു കണ്ടില്ലേ. നേരത്തെ അവിടെ ഇല്ലായിരുന്നു, ഇവിടെ വെളിച്ചം വന്നു. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. English. India. India. What's your name? Shakir. Shakir. Yeah. Speaks to English. 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 Deutsch. No, India. 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 Thank you. Ciao. Ciao. Motoru gördün mü? Bak hele Allah için. Araba gibi ha. Bak. Nereden gidiyor? Hindistan. ഓക്കെ, മോട്ടോറുതി ഇരുന്തി ഹിന്ദുസ്ഥാൻ എന്നുവെച്ചാൽ ഇന്ത്യ എന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഒന്നാമത് ഒരു ബോർഡർ ഏരിയ ആണ്. സിറിയ, ഇറാഖ് ഇതൊക്കെ മിക്സ് ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടമാനം പോലീസ് ചെക്കിങ് കേട്ടോ. എല്ലായിടത്തും ഇഷ്ടംപോലെ ചെക്കിങ് ഉണ്ട്. ഓക്കെ, കുറച്ച് മനുഷ്യന്മാരുടെ ഏരിയ എത്തിയിട്ടുണ്ട്. ചം 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 ചം. ഇപ്പം പോയ 2 ബൈക്കുകൾ പോലീസുകാരാണ്. കുറേ കാലത്തിന് ശേഷം കണ്ണിന് കുളിർമയില്ല കാഴ്ചകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഹായ് വാ, സ്റ്റുഡൻസ് ആണല്ലോ ഫുള്ളും. ടെടങ് 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 ടെടങ്. Thank you, brother. ചെറിയൊരു ടൗണാണ്, ചെറിയ ടൗണാണ്. കഴിഞ്ഞു. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു
ചെക്കിങ്ങോട് ചെക്കിങ്. ഇംഗ്ലീഷ് 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 ഇംഗ്ലീഷ്. ഓക്കെ ഗോ. ഓക്കെ ഓക്കെ പോലീസ് ചെക്കിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുത്തെ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ചടപ്പട ഫൈൻ വന്നിരുന്നു. ഓവർ സ്പീഡുണ്ട്. 60 കിലോമീറ്റർ സ്പീഡിലെടുത്തൊക്കെ ഞാൻ പോയിട്ട് 110 130 എല്ലാം കയറി. കാരണം അത് നമുക്ക് നോർമൽ ആയതുകൊണ്ടാണ്. ഈ വണ്ടി ആകുമ്പം ഇവിടുത്തെ വണ്ടി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫൈൻ വന്നേനെ. കാരണം ഞാൻ ഇത് 120 മുതൽ 150 ഇതാണ് മിനിമം 120 എൻ്റെ സ്പീഡ് കേട്ടോ. കാരണം ഈ വണ്ടി ആ സ്പീഡിൽ പോകണം എന്നാലേ കാര്യമുള്ളൂ. ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ടാബുണ്ട്. എന്നിട്ട് ആദ്യം ID-ൻ്റെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കും. നല്ല സ്കാൻ ചെയ്ത് വിടുന്നത്. Şakir Babal. Şakir ya. Kapat bunu. Ya off. Off. Ya Bakayım. off ya. Driver lisans. Okay. Hindistan, Pakistan ne olacak? Savaşta çıktı. Wait. Once again. Yes, bu. Ah yeah. Nerede? Yeah, this is it. Tamam, nerede? Means? No. Tamam. No. IDP. Nerede? India. Hindistan'da. This. Burada olması lazım. Lala IDP. Kullu IDP. Tamam, bak, hayır bak, şimdi bak. Bunu vereceğim bana. Göster. ഓ ചങ്ങായി ഭയങ്കര കോമഡിയാണ്. ലൈസൻസിൻ്റെ പേരിൽ നിർത്തിയിട്ട് എൻ്റെ അടുത്ത് IDP ഇല്ല. IDP ഉണ്ട്, പക്ഷേ ഫിസിക്കൽ IDP ഇല്ല. ശരി, അത് എൻ്റെ മിസ്റ്റേക്കാണ്. എനിക്ക് സംഭവം മനസ്സിലായി. പുള്ളി എന്താ പറയുക, ഞാൻ പൊട്ടറെ പോലെ അഭിനയിച്ചു. ഞാൻ വളരെ പാവത്തനായിട്ട് നിന്നിട്ട് തർക്കിക്കാനോ ചൂടാവാനൊന്നും പോയില്ല. വളരെ പൊട്ടറെ പോലെ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മാത്രം അറിയുമോ എന്ന രീതിയിലൊന്ന് ഇന്ത്യൻ ലൈസൻസ് എല്ലാം കൊടുത്തു. പുള്ളി കുറേ അരമണിക്കൂർ ബാക്കി എല്ലാ വണ്ടിയിലും വിട്ട് എന്നെ മാത്രമായിട്ട് പിടിച്ചിട്ട് അരമണിക്കൂർ. ലാസ്റ്റ് പുള്ളിക്ക് മടുത്തിട്ട് പോയിക്കോന്നാണ്. നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലെ കേട്ടോ. നോക്കിയേ, അവിടെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. എന്ത് രസമാണ് നോക്കിയേ അല്ലേ, എന്ത് അടിപൊളിയാണ് നോക്കിയേ. വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഓഹോ. ഈ ചില സ്ഥലങ്ങളിൽ എത്തുമ്പില്ലേ അതേപോലത്തെ കോപ്പി ക്യാറ്റ് പോലത്തെ സ്ഥലം വേറെ എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടോ എന്നിട്ടാണ് എനിക്ക് അനുഭവം. എനിക്കത് ഫീലാവും കേട്ടോ. ശരിക്കും എനിക്കത് ഫീലാവും. ഇപ്പോൾ മൂന്നാറിൽ നിന്ന് വരാൻ കാരണം തന്നെ ഒരു മൂന്നാറിൻ്റെ ഫീൽ വന്ന് കുന്നിറങ്ങുമ്പോൾ കുറേ കടകൾ എല്ലാവരും ഇരിക്കുന്നത് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. നോക്കി നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരുണ്ടോ, ബാറ്റ്മാൻ. ബാറ്റ്മാനിലേക്ക് നമ്മൾ പോണത്. നോക്കിയേ ഇതെന്താ സ്വിറ്റ്സർലാൻഡോ? നോക്കിയേ നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകള്. ഇവിടെ നോക്കിയേ കണ്ടോ, നല്ല ഗ്രീനറി അല്ലേ ഫുള്ളും. സ്വിറ്റ്സർലാൻഡിൽ പോയ ഫീൽ ആവുന്നുണ്ട്.
ഓക്കെ, ബാറ്റ്മാൻ്റെ തിരക്കിലെ കൂടി ഇങ്ങനെ ചാരി ചിക്കിടി ചമ്മയിൽ ആ പാട്ടും വെച്ച് പോകാം കേട്ടോ. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ സിമ്പിളാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. റോഡുമ്പിലൊക്കെ നിറച്ചും ആൾക്കാരുണ്ട്. എനിക്കിവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്, പക്ഷെ എന്ത് ചെയ്യാനാ, ട്രാഫിക്കാണ് പ്രശ്നം, ബാക്കിയൊക്കെ സഹിക്കാം. നല്ല അടിപൊളി ഹൽവ കഷ്ണം പോലത്തെ ബ്ലോക്ക് കേട്ടോ. ഓക്കെ, ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയിലേക്കാണ് പോണത്. കണ്ടിട്ട് ഇതൊരു കാട്ട് മൂലയാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നല്ല റോഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടികളെല്ലാം പോകുന്നുണ്ട്. എന്തോ നോക്കാം, ഗൂഗിൾ മാപ്പ് പറഞ്ഞാലും പോവാ. 22 കിലോമീറ്റർ ഇങ്ങനെ ഈ റോഡ് തന്നെ കേട്ടോ. 22 കിലോമീറ്റർ കഴിഞ്ഞാലാണ് വലത്തോട്ടേക്ക് ഒരു വളവ് ആണ്. ചിലപ്പോൾ അതും ഇങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. നോക്കാം. ഒരാളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത റോഡാണ്, ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. വാവ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടോ. നമുക്ക് ഇനിയും 636 കിലോമീറ്റർ ഇനി ഓടാനുണ്ട് ബോർഡറിലേക്ക്. എൻ്റെ മോനെ, ഇതെന്താ ഇത്, എന്ത് രസം നോക്കിയേ. ഒരു ഫോട്ടോ എടുക്കണം. ശരിക്കും നിങ്ങൾ നോക്കിയേ, അവിടെ നടന്നു പക്ഷിയുടെ സൗണ്ടെല്ലാം കേൾക്കാം കേട്ടോ. എന്ത് രസമല്ലേ. നമ്മൾ വന്ന സ്ഥലമൊക്കെ ഓർമ്മയില്ലേ? ബസ്രയിലെ മരുഭൂമിയിൽ ഓർമ്മയില്ലേ? ഞാൻ കുടുങ്ങിയ സ്ഥലമൊക്കെ ഓർമ്മയില്ലേ? ഇത് സ്വിറ്റ്സർലാൻഡിനേക്കാളും ടോപ്പാട്ടോ. തുർക്കി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ശരിക്കും പോകേണ്ട പോലെ പോയാലേ നമുക്കത് അറിയാൻ പറ്റും. ഒന്നാമതൊരു വണ്ടി പോയില്ലല്ലോ. വീടിനാട്ട് ടയർ പൊട്ടി ബൈക്കതിനെ തീർന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വരാണ്ട് ഇവിടെ മോനെ, എന്താ ഇത്, എന്ത് രസമാണ് കാണാൻ. നോക്കിയങ്ങളെ, എന്ത് രസം നോക്കിയ. ഒരു വീട് എടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ നടുവിൽ എവിടെയും കിടക്കണം, നല്ല രസമുണ്ടാവും. പിന്നെ നടുവിൽ എവിടെയെങ്കിലും വീട് എടുക്കണം, അപ്പം നല്ല രസത്തിൽ പോവാം. വാവ്, നല്ല മണം. നെല്ലാണോ ഇത്? നെല്ലല്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ നല്ല മണം. നോക്കിയാ, നല്ല അടിപൊളി ഒരു തടാകമാണ്. നല്ല മീനുണ്ട് കേട്ടോ, തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ വീടുകൾ, തടാകം മാത്രം, ആരുമില്ല, ഞാൻ മാത്രം. എന്താ രസമല്ലേ. നല്ല വീടുകൾ കേട്ടോ അവിടെ. ഇതിൻ്റെ സൈഡിലാണ് നല്ല മനോഹരമായ വീടുകൾ. എനിക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പോയി അവിടെ ഒരു ദിവസം താമസിച്ചേനെ, സത്യം. കാരണം ഇവിടെയൊക്കെ താമസിക്കാൻ അതൊരു ഭാഗ്യം കേട്ടോ. ഇതാണ് ഇവിടെ നടക്കുന്നത്. തുർക്കിയിലെ കാട്ട് ഗ്രാമങ്ങൾ കേട്ടോ. മുമ്പ് ഞാൻ പോയിരുന്നു, ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ടോ? ഞാൻ മുന്നേ ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടില്ല. മുന്നേ ബൈക്ക് എടുത്ത് തുർക്കിയിൽ വന്നപ്പോൾ ഞാൻ ഇതേപോലത്തെ ഗ്രാമപ്രദേശത്തിൽ കൂടെ പോയിരുന്നു. അത് ആഫ്രിക്ക ടിൻ്റെ കൊടുത്തിട്ട് ഹോണ്ടൻ്റെ. കൃഷിക്കാർ, പശുക്കൾ, കുഞ്ഞു മോനെ, സലാം.
വെച്ചാൽ സലാം കേട്ടോ. അതെല്ലാ രാജ്യത്തും തന്നെ, അറബിയോടെ ആയതുകൊണ്ട്. ഏടാ എന്ത് രസടാ, എന്ത് രസം നോക്കിയേ, എന്ത് രസം ഇത്. വാവ്, അതൊരു വലിയ പൈപ്പ് ഇട്ടിട്ടാണ് വലയിട്ടത് ഇവര്. എൻ്റെ മോനെ, എൻ്റെ മോനെ, ഇതെന്താ രസായത്. നേരത്തെ കണ്ട ലേക്കാണ്, ഒരു മൗണ്ടെയിനാണ്. നോക്കി ആ ലേക്കിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നമ്മൾ വന്നു കേട്ടോ. ഇവിടെ ആൾക്കാർ ഫിഷിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട്, അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. അല്ല, ഞാൻ കാണിച്ചില്ല മീൻ, എനിക്ക് വേണ്ട. കുട്ടികളെല്ലാം കൂടി കേട്ടോ. ഇവിടുത്തെ മീൻ കാണിച്ചില്ലേ. ഓ ഇത് ആ ടൂറിസ്റ്റ് ഹിന്ദുസ്ഥാൻ. അല്ല ഹിന്ദുസ്ഥാൻ. Hindistan. Okay. Hindistan güzeldir ha. Hindistan sokak lezzetleri. Güzel. Straight. Abi bu başlık Machine Honda. kaç cc'dir abi bu? Honda. Masadeniz işe. He? Honda. Honda'ydır bu. Honda. Kaç cc'dir abi? Goldwing. Okay, thank you. Yes. താങ്ക് യു. അവർ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കണേ. ആൾട്ടിൻകും കേട്ടോ, ആൾട്ടിൻകും കേട്ടോ. ആൾട്ടിൻകുമ്മിലാണ് കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊടുന്നത്. താമരശ്ശേരി ചുരം കണ്ടിട്ടുണ്ടാവും അല്ലേ, പക്ഷെ നിങ്ങളുടെ തുർക്കി ചുരം കണ്ടിട്ടുണ്ട്. ആ ചുരമാണ് ഇപ്പോൾ ഞാൻ കയറി കൊടുക്കുന്നത്. കണ്ടോ, വളവ് എന്ന് വെച്ചാൽ പേരും വളവ് കേട്ടോ. സംഭവം മലേൻ്റെ താഴെ തടാകത്തിനുണ്ട്, ആ ലെവലിലായിരുന്നു ഉണ്ടായത്. അവിടുന്ന് മലേൻ്റെ മുകളിൽ വരെ വളഞ്ഞ് കയറി എത്തി. ഈ മലേൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എന്നാലും എൻ്റെ ഗൂഗിൾ മാപ്പ് ഇമാതിരി പണി നീ എത്തിയിറണ്ടി വരും. സംഭവം ഓക്കെയാണ്, നമുക്ക് സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി. പക്ഷേങ്കിൽ കിലോമീറ്റർ കൂടുന്നില്ല. 1-2 മണിക്കൂർ മുന്നേ 650, ഇപ്പോഴും 609 ഇനി ബാക്കി. വ്യൂ പോയിന്റ് ഒന്നുമല്ലോ. ഓ ഇവിടുന്ന് ഫുള്ള് കാണാം, അങ്ങ് ലോങ് വരെ കാണാൻ പറ്റുന്നുണ്ട്. क्या कहें जाने ये जो है कम से कम ये रहे कि जाने दे बात तुम तो सोचेंगे हो तो यूं
ഇത് രസമാരാ കാഴ്ച. ഈ പട്ടികളൊക്കെ ആക്ച്വലി ആടിനെ കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പട്ടികൾ കേട്ടോ. ആട്ടും കൂട്ട് എവിടെയും ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ട്രെയിൻഡ് ഡോഗ്സാണ്. ഇവരൊക്കെ അതിന് ട്രെയിൻ ചെയ്ത് വിടുന്നു കേട്ടോ. ഓ, അതിൻ്റെ കഴുത്തിൽ നോക്കി ഫുള്ള് മുള്ളിലാക്കിയിട്ട്. നല്ല മക്കള്. ഞാൻ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട് ആക്ച്വലി. ഗൂഗിൾ മാപ്പ് എനിക്ക് പണി തന്നാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ പണി തന്നാണ്. കാരണം എനിക്ക് പോകേണ്ട ഡയറക്ഷൻ ഗൂഗിൾ മാപ്പ് എന്താ ചെയ്താൽ അറിയോ, ഗ്രാമങ്ങളിലേക്കൂടെ റൂട്ട് മാത്രം, ഹൈവേ ഇല്ല, എവിടെയും ഹൈവേ ഇല്ല. ഞാനെന്തോ ഭാഗത്തിന് അവിടുന്ന് ജസ്റ്റ് എൻ്റെ ഈ മൊബൈൽ ഓപ്പൺ ആക്കി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹൈവേ ഇല്ലെന്ന്. അങ്ങനെ ഞാൻ നേരെ അടുത്ത ഹൈവേയിലേക്ക് പിടിച്ചിട്ടുണ്ട്. 125 കിലോമീറ്റർ ദൂരമുണ്ട് അടുത്ത ഹൈവേയിലേക്ക്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 125 കിലോമീറ്റർ ഉണ്ട് അടുത്ത ഹൈവേയിലേക്ക്. ആ ഹൈവേ പോയിട്ട് എണ്ണ ഇതിലുണ്ട്, അവിടെ രക്ഷപ്പെട്ട്. സംഭവം നല്ല കാഴ്ച കണ്ടെല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഇന്ന് കാഴ്ച, എനിക്കിന്ന് ഇനി എനിക്ക് കാഴ്ച വേണ്ട, വേഗത്തണം. ഓക്കെ, ഇനി ഞാൻ ഹൈവേ എത്തി കാണിച്ചിടാം. ഫൈനലി ഞാനങ്ങനെ ഹൈവേ എത്തി. ഇതാണ് ഹൈവേ കേട്ടോ. വന്ന റോഡ് പോലെ തന്നെ ഒരു മാറ്റമില്ല. ഞാൻ വിചാരിച്ചു 4 പേരും മറ്റേ വലിയ ഹൈവേ ആയിരിക്കും നാം ഗൂഗിൾ മാപ്പെല്ലാം കണ്ടുതരാം. പിന്നെയും പറ്റിച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ്റൂം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 255 കിലോമീറ്ററാണ്. മൊത്തത്തിൽ അർമേനിയ ബോർഡറിലേക്ക് 500 കിലോമീറ്റർ. മൊത്തത്തിൽ ജോർജിയ ബോർഡറിലേക്ക് 500 കിലോമീറ്റർ. ജോർജിയ ബോർഡറിൽ നിന്ന് അർമേനിയ ബോർഡറിലേക്ക് 100 കിലോമീറ്റർ. ഇനിയും ഓടാനുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു വിജനമായ വഴിയാണ്. ഇത് കാടാണോ മലയാണോ തോടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കൂരാക്കൂരിട്ടാണ്, റോഡിലൊരു വെളിച്ചം പോലും ഇല്ല. മെയിൻ രസം എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതും എൻ്റെ സ്വന്തം റോഡാട്ടോ. ഈ വളവെല്ലാം കണ്ടിട്ട് കുന്നിൻ്റെ മണ്ടയിലേക്ക് കൂടി പോകുന്ന റോഡാണ് തോന്നുന്നത്. പിന്നെ ഞാൻ പ്ലാൻ മാറ്റി. ഞാൻ ഇന്ന് എരവലിലേക്ക് പോകുന്ന പ്ലാൻ നിർത്തിയിട്ട് അടുത്ത ടൗണിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇത്ര ദിവസം കണ്ടതെന്താ, നട്ടപ്പൊരു വെയിലും ചൂടും പൊടിക്കാറ്റൊക്കെ അല്ലേ. എന്നാൽ ഇവിടെ നേരെ തിരിച്ചിട്ടോ, ഭയങ്കര തണുപ്പ്. എൻ്റെ കൈയെല്ലാം ഫ്രീസായി. അപ്പോൾ ഞാൻ എൻ്റെ ജാക്കറ്റിൻ്റെ കംപ്ലീറ്റ് ബട്ടൺസും അതിൻ്റെ എല്ലാ സിപ്പും ഓപ്പൺ ആക്കിയിട്ടുള്ളത്. കുറേ ടൈമിന് ശേഷം കുറച്ച് ലോറികൾ വന്നു കേട്ടോ. എൻ്റെ മോനെ ഭാഗ്യം തന്നെ എല്ലാം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫുള്ള് തണുപ്പ് അടിച്ച് കയറുന്നത്. അപ്പോൾ എൻ്റെ ഗ്ലൗ ആണെങ്കിൽ മിസ്സിങ്ങുമാണ്. അപ്പോൾ ഞാനതെല്ലാം വിചാരിച്ച് ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ എണിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഒരു നൈറ്റ് ഏതെങ്കിലും സ്പെൻഡ് ചെയ്യുക. കാരണം അതെല്ലാം നമ്മളെ ബോഡി വീക്കായി പോകും ഉറപ്പം. വേറെ ചെറിയൊരു കോമഡി കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല തണുക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് കാണുന്ന മലേൻ്റെ മുകളിൽ നല്ല വെളുത്ത കളറിൽ എന്തോ ഒരു സാധനം തിളങ്ങുന്നുണ്ട്. നല്ല വെളുത്ത കളറിൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് വെക്കുന്നത്? വെളുത്ത കളറിൽ എന്തായിരിക്കും ഇങ്ങനെ മലേൻ്റെ മുകളിൽ വശം? ഐസ്. ആ മലേൻ്റെ മുകളിൽ വശം കാണുന്ന ഐസ് കേട്ടോ. വെറുതെ എല്ലാം തടക്കരുത്. ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ കൈയിട്ട പോലെ ഉള്ളത്. പക്ഷെ എൻ്റെ മോനെ ഇതുണ്ടോ, ഇടത് സൈഡ് കാണുന്ന മഞ്ഞുമലയാണ്. മഞ്ഞെല്ലാം തീർന്നു വന്നു. പകല് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി കണ്ടില്ല. നാളെ നമുക്ക് രാവിലെ പോകുമ്പോൾ കുറച്ചും കൂടി കാണാതല്ലോ, നോക്കാം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വളവിലെ റോഡല്ലേ. അപ്പോൾ ഞാൻ പോകുന്ന സ്പീഡിന് 80, ആക്സിഡൻറ്റ് കൊടുക്കാണ്ട് തന്നെ കുന്നിറക്കത്തിൽ 80-100 പോണത്. അപ്പോൾ ഞാനാണെങ്കിൽ ഫുള്ള് ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഇരുന്ന വണ്ടിക്കാരൻ മൊത്തം ഉപദ്രവിക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒരു വഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, എനിക്കൊന്നും കാണുന്നില്ല. ഈ വളമൊന്നും എനിക്ക് കാണില്ല. ഓക്കെ, റൂമിലെത്തി. 10 മണിയായി. ഞാൻ ശരിക്കും തേബാറാണ് കേട്ടോ. തേബാന്ന് വെച്ചാൽ തേബാൻ്റെ അങ്ങേ തള്ളിയായി. അതാണ് അതിൻ്റെ ഇത് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് 800 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിയേ. വണ്ടി ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, എനിക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ക്ലൈമറ്റ് നമുക്ക് ഫസ്റ്റ് നല്ല ചൂട് കിട്ടി, പിന്നെ നല്ല തണുപ്പ് എന്നാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഇത് വന്ന് മുഖേലങ്ങളിൽ കരിവാളിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തുർക്കിയിലാണ്. തുർക്കിയിലെ
ഫേസ്ബുക്ക് എന്ത് വായിക്കൊള്ളാത്ത പേര് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കണ്ടാൽ മതി. തുർക്കിയുടെ പേരിൽ അങ്ങനെയാണ്. ഓക്കെ, വേറെ എന്താ പറയുക, നാളെ ഇവിടെ ജോർജിയ പോയിട്ട് അവിടുന്ന് അർമേനിയ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കും. എന്നിട്ട് എൻ്റെ കാരണം എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഒരു 10 ദിവസം ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലെ അടുത്ത കൺട്രിയിൽ കൂടെ കേട്ടോ. തുർക്കി എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഒരുപാട് തുർക്കിയിൽ കാഴ്ചകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.